ചില ദിവസമുണ്ടല്ലോ പണിയൊക്കെ തീർക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും കേട്ടോ. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണേ. ഈ കോവയ്ക്ക ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചോറും കറിയൊക്കെ വെക്കാൻ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ഇന്ന് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടൊരു മൂടാണേ. അപ്പോൾ ഞാൻ കോവയ്ക്കൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ അതിനുള്ള സവോളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ അതിനിടാനുള്ള കാന്താരിമുളക് അരിഞ്ഞെടുത്തു കേട്ടോ. ഈ കാന്താരിമുളക് തീരുന്നിടം വരെ ഇനി ഇവിടെ പച്ചമുളക് കാണുമല്ലോ കേട്ടോ. കാരണം അത് മേടിച്ച് വെച്ചാൽ ഫ്രിഡ്ജിലിരുന്ന് അങ്ങനെ പോവുള്ളൂ. എല്ലാത്തിനും കാന്താരിമുളകാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാനൊക്കെ അടുപ്പ് വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പുപൊടി ഇട്ട് ഇളക്കി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അത് കുറച്ച് വാങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. എന്നാലും അത് ഭയങ്കര ടേസ്റ്റാണ്. തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് വെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതവിടെ ആകുന്ന സമയത്ത് ഞാൻ മോര് കാച്ചാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോരിനുള്ള അരപ്പ് വെക്കാൻ വേണ്ടി കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അരപ്പിട്ട് നന്നായിട്ട് മൂപ്പിച്ചു കേട്ടോ. അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചിട്ട് മോര് കാച്ചാവുള്ളൂ, അല്ലെങ്കിൽ മോര് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഞാൻ മോര് ഒഴിച്ചു കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് പിന്നെ ലൂസാകാത്ത മോര് കറിയാണ് ഇഷ്ടം കേട്ടോ. ഇവിടെ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന കറി ഇഷ്ടമില്ല. അപ്പോൾ അതൊഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി ഉപ്പ് ഇട്ടു. മോര് തിളക്കരുത് കേട്ടോ. തിളക്കാതെ നന്നായിട്ട് ചൂടാക്കിയിട്ട് വാങ്ങി വെച്ചു. പിന്നെ നമ്മുടെ നങ്കുമീൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ചോറിനാൻ പോവാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.